നമ്മുടെ കൂടെ എന്നുള്ളത് KV രാജശേഖരൻ സാറാണ്. ഭാരതീയ ജനാധിപത്യത്തിന്റെ കാവ്യവസന്തം, ഭാരത് ഫസ്റ്റ് എന്നീ പുസ്തകങ്ങളുടെ ഉപജ്ഞാതാവ്. സാറേ വളരെ സന്തോഷം. സാറേ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ തരൂർ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചുകൂടെ ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ് എന്നിങ്ങനെയുള്ള സംസാരങ്ങൾ എനിക്ക് പല ആൾക്കാരും കോൺഗ്രസിനകത്ത് തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം കോൺഗ്രസിൽ തരൂരിന് എന്ത് വിലയുള്ളത്? ഈ ഐക്യരാഷ്ട്രസഭയിലൊക്കെ അതിഗംഭീരമായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഒരു MP ആയിട്ട് മത്സരിക്കുകയാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പുള്ളിക്കാരൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളെന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവിടെ ഒരു മന്ത്രിസ്ഥാനം കൃത്യമായിട്ട് തരൂരിന് കിട്ടിയിട്ടില്ല. UPA സർക്കാർ ഭരിക്കുമ്പോൾ ഉള്ള ഒരു മന്ത്രിസ്ഥാനമാണെങ്കിൽ പോവുകയും ചെയ്തു. അറ്റ്ലീസ്റ്റ് ഒരു മല്ലികാർജുൻ ഖാർഗെയുടെ ഒരു സ്ഥാനമെങ്കിലും കൊടുത്തൂടെ സാറേ? എക്കും പൊക്കും അറിഞ്ഞുകൂടാത്ത മല്ലികാർജുൻ ഖാർഗെ ആർട്ടിക്കിൾ 370 ആണോ 371 ആണോ എന്ന് പോലും പുള്ളിക്കാരൻ അറിയില്ല. തരൂർ എന്താ ഇങ്ങനെ കോൺഗ്രസ്സുകാർ തരൂരിനെ അവഗണിക്കുന്നത്? സാറിന് എന്താ തോന്നുന്നത്? ആദ്യം മല്ലികാർജുൻ ഖാർഗെയുടെ കാര്യം പറയാം. പറയും. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് 25 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് 60 വയസ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കല് ഒരു ചെറിയ പോസ്റ്റർ പോലെ ഒരു ഫാൻസി ഐറ്റം ഉണ്ടായിരുന്നു. അത് എഴുതിയിരിക്കുന്നത്, ഐ ആം ദി ബോസ് ഓഫ് ദിസ് ഹൗസ്, ഐ ഹാവ് ദ പെർമിഷൻ ഓഫ് മൈ വൈഫ് ടു സേ സോ. ഞാൻ ഈ വീട്ടിന്റെ യജമാനനാണ്, അങ്ങനെ പറയാനൊരു സ്വാതന്ത്ര്യം എൻ്റെ ഭാര്യ എനിക്ക് തന്നിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസ് പ്രസിഡന്റ്. അത് കോൺഗ്രസിൽ കാലങ്ങളായിട്ട് പ്രസിഡന്റിനെ ഇരുത്തുന്ന അങ്ങനെയാണ്. നെഹ്റു കുടുംബത്തിലോ ഈ ഗാന്ധി കുടുംബത്തിലോ പെട്ടവരല്ലാത്തവർ കോൺഗ്രസ് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അവസ്ഥ അതാണ്. അതുകൊണ്ട് മല്ലികാർജുൻ ഖാർഗെയെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇരുത്തിയതിന് കാരണം, ഞാൻ ഈ വീട്ടിന്റെ യജമാനനാണ്, അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് സോണിയാഗാന്ധി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നയാളാണ് ഖർഗേജി. ഒരുപക്ഷെ ശശി തരൂർ അങ്ങനെ ഇരുന്നില്ലെങ്കിലോ, അതാണ് അവരുടെ സംശയം ഉണ്ടാവുക. ആ സംശയത്തിന് ന്യായവുമുണ്ട്. നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ഒരു സമയത്ത് കരുതിയിരുന്നത് പോലെ സ്വാഭാവികമായ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നില്ല ഡോക്ടർ ശശി തരൂർ. രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിൽ സ്വാഭാവികമായി കോൺഗ്രസിനെ സ്വീകരിച്ച ഒരു വ്യക്തിയല്ല ഡോക്ടർ ശശി തരൂർ. കാരണം അദ്ദേഹം സർഗചേതന വേണ്ടത്രയുള്ളപ്പം ലോകം അറിയുന്നതിന് കഴിവുള്ള ഒരു എഴുത്തുകാരനായി മാറിയ സന്ദർഭത്തിൽ അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്, ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. ഈ പുസ്തകം കേട്ടാൽ അവിടെ ഒരു പക്ഷേ ഒരു സംശയം ചോദിക്കും എന്നോട്. ഞാൻ ചോദിച്ചോളൂ. അത് കഴിഞ്ഞ ഈ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറയുന്ന ഈ പുസ്തകം നമ്മുടെ ഹരീഷിന്റെ മീശ നോവൽ ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ പറയുന്നില്ല, അതിനെക്കാട്ടിൽ സാറേ എന്ത് വൃത്തികിടക്കാണ് ഇതിനകത്ത് ശശി തരൂർ എഴുതി വെച്ചിരിക്കുന്നത്. പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ നായർ സ്ത്രീകളെയൊക്കെ കുറിച്ച്. ഈ നായർ സ്ത്രീകളുടെ വോട്ട് മേടിച്ചാണ് കേരളത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് ശശി തരൂർ കയറി പോകുന്നത്. ഞാനൊരു നായരാണെന്ന് പറയുന്ന ആളാണ് തരൂർ. ഇതെന്റെ ഫിക്ഷണൽ നോവലാണ്. അതിനെ നിങ്ങൾ നായർ സ്ത്രീ എന്ന് പറഞ്ഞ് മാത്രം കാണണ്ട. പൊതുവെ സ്ത്രീകളോടുള്ള തരൂരിന്റെ ഒരു മനോഭാവം അതങ്ങനെയാണ്. സ്ത്രീയെ ബഹുമാനിക്കാത്തൊരു സ്വഭാവമാണ്. അത് മെഹർ തരാറിന്റെ കേസിലും ഇപ്പൊ അടുത്ത് വന്ന എന്താ പറയണ്ടത് മൊയ്ത്രയുടെ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം സ്ത്രീകളെ സമീപിക്കുന്ന രീതി തന്നെ വേറൊരു പ്രത്യേക തരത്തിലാണെന്നാണ് ഇപ്പൊ സമൂഹം പറയുന്നത്. പിന്നെ ഈ കാര്യത്തില് ഒരുപക്ഷെ സോണിയാഗാന്ധി പോലും കൂടുതൽ പ്രസിഡന്റായിട്ടൊന്നും അടുപ്പിക്കാത്തതിനകത്ത് പോലും ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നത് കൊണ്ടല്ലേ എന്നൊരു സംശയം ഇല്ലാതെ ഇല്ല. ഇത് പല ആൾക്കാർക്കും ഈ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറയുന്ന ശശി തരൂരിന്റെ ഇങ്ങനെ ഒരു പുസ്തകമുണ്ടെന്നും അതിനകത്ത് സ്ത്രീകളെ ഇങ്ങനെ തരൂർ അപമാനിച്ചിട്ടുണ്ടെന്നും അറിയാത്ത പല ആൾക്കാരുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഈ തരൂരിന്റെ ഇൻ കേരള ദ മെൻ ഓഫ് നായർ കമ്മ്യൂണിറ്റി റിയലൈസ് ദാറ്റ് their wives are free to receive them by seeing if another man's slippers aren't outside her door. എന്ത് വൃത്തികേടാണ് പുള്ളിക്കാരൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിനെ വൃത്തികേടെന്ന് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം ചിന്തിച്ചൂടെ? അദ്ദേഹം പറയുന്നത് കിടക്കങ്ങളുടെ മുമ്പിൽ ഒരു ചെരുപ്പ് കണ്ടാൽ അങ്ങോട്ട് കയറാതെ ഭർത്താക്കന്മാരെ ഒഴിഞ്ഞു പോകുമായിരുന്നല്ലേ അദ്ദേഹം പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചരിത്രത്തിലേക്ക് പോകും. എനിക്കിപ്പം 68 വയസ്സുണ്ട്. ഞാനൊക്കെ ശരിക്കും ചെരുപ്പ് ഉപയോഗിച്ചൊക്കെ 10-15 വയസ്സിന് ശേഷം, ഹൈസ്കൂളൊക്കെ പഠിച്ച ശേഷമാണ്. അന്നും ഇന്നും വീടിനകത്ത് ചെരുപ്പ് ഉപയോഗിക്കാറില്ല. പിന്നെ
വലിയ കുടുംബങ്ങൾ നായരുടെ ആണെങ്കിലും ഭാരതത്തിലെ ആണെങ്കിലും കേരളത്തിലെ ആണെങ്കിലും സവർണ കുടുംബങ്ങളിൽപ്പെട്ട ഒരു വിദേശങ്ങളിൽ പോയപ്പം അവര് വീടിനകത്തൊക്കെ ചെരുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള സ്ത്രീകളാണുള്ള നേർപരിചയം വെച്ചാവാം ഒരുപക്ഷെ തരൂർ അങ്ങനെ എഴുതിയത്. അതിനെ നമ്മൾ ആ തരത്തിൽ കണ്ടാൽ പറയേണ്ട കാര്യമില്ല. എനിക്ക് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ചീന്തിയെടുത്തതാകാം. എന്റെ വിഷയം അതല്ല. തരൂരിന്റെ രാഷ്ട്രീയ നിലപാട്, അതായത് കോൺഗ്രസിന്റെ പരിപൂർണമായ നെഹ്റു കുടുംബത്തോട് വിധേയത്വം ആവശ്യപ്പെടുമ്പം നിലവിലുള്ള സോണിയ, രാഹുൽ കോൺഗ്രസ്, പ്രിയങ്ക വദ്ര കോൺഗ്രസ് പരിപൂർണമായ വിധേയത്വം, ഒരു പരിധിവരെ അടിമത്വം നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഡോക്ടർ ശശി തരൂർ എങ്ങനെയാണ് ഈ നോവലിൽ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഈ നോവലിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ജവഹർലാൽ നെഹ്റുവിനെ ധൃതരാഷ്ട്രരോടാണ്. ജവഹർലാൽ നെഹ്റുവിനെ നല്ല ഭംഗിയായിട്ട് പുള്ളി പോർട്രേ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ്സുകാർക്ക് തന്നെ അതുകൊണ്ട് അറിയാം ശശി തരൂർ ആരാണെന്ന്. ഭീഷ്മരെ ഗാന്ധിയായിട്ടാണ് അങ്ങനെ ഓരോരുത്തർക്കും പേരെ കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തില് നെഹ്റുവിനെ കാണിച്ചിരിക്കുന്നത് അന്ധനായ ധൃതരാഷ്ട്രം. അന്ധൻ മാത്രമല്ല, അന്ധനും സ്ത്രീലമ്പടനുമായ ധൃതരാഷ്ട്രം. അതിനകത്ത് ഈ ലേഡി മൗണ്ട് ബന്ധമൊക്കെ ഇൻഡയറക്ട്ലി പറഞ്ഞു പോകുന്നുണ്ട്. ലേഡി മൗണ്ടുമായിട്ടുള്ള ഈ ഇദ്ദേഹത്തിന്റെ ബന്ധത്തിന്റെ ഫലമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൃഷ്ടി. അതാണ് ദ്രൗപദി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ നമ്മളിത് മാത്രം ഫോക്കസ് ചെയ്താല് അന്ധനായ ധൃതരാഷ്ട്രമായിട്ടാണ്, ശ്രീലമ്പനും ക്രൂരനും അതിമോഹിയും അധികാരമോഹിയുമായ ധൃതരാഷ്ട്രമായിട്ടാണ് ഡോക്ടർ ശശി തരൂർ ജവഹർലാൽ നെഹ്റുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലും ഭയങ്കര ഞാൻ പറഞ്ഞോട്ടെ. അടുത്തത് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം, ധൃതരാഷ്ട്രക്ക് 100 പുത്രന്മാരും ഒരു പുത്രി ഉണ്ടായിരുന്നു. കൗരവ പുത്രന്മാര്, ആസുര സ്വഭാവമുള്ള, രാക്ഷസീയ ഭാവമുള്ള, അധികാരമോഹവും ബാക്കിയെല്ലാം ഉള്ള 150 മക്കൾ. ആ 101 മക്കളെ 100 ആമ്പിളകളുടെ ഒരു മകളുടെ ഉള്ളിലുള്ള ആസുര ശക്തിയെ മുഴുവൻ ആവാഹിച്ച് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് ഇന്ദിരാഗാന്ധിയെ പ്രിയ ദുര്യോധനി എന്ന് പേരും കൊടുത്തിട്ടിരിക്കുന്നത്. അതായത് 101 മക്കളുടെ സകല വേണ്ടതിനും കയ്യിലുള്ള ഒരാളാണ് ഇന്ദിരാഗാന്ധി. 101 വേണ്ട, ഒരു ഇന്ദിരാഗാന്ധി മതി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് വളരെ ചോദിക്കത്തില് ഈ കൊടും വിഷയത്തിന് അധികം ഒരു തുള്ളി പോലും ചോദിച്ചാല്. അപ്പൊ ആ തരത്തിലാണ് ഡോക്ടർ ശശി തരൂര് ഇന്ദിരാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. അത് നെഹ്റുവിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ്. അത് ഞാൻ പുസ്തകത്തിൽ തന്നെ കോട്ട് ചെയ്യാം, കാരണം ഞാൻ അല്ലാതെ പറയുന്നതിനെക്കാട്ടും നല്ലതായിരിക്കും. നെഹ്റുവിന്റെ ക്വാളിറ്റി പറഞ്ഞാണ് ഡോക്ടർ ശശി തരൂർ. ഹി ഹാഡ് ദ ബ്ലൈൻഡ് മാൻസ് ഗിഫ്റ്റ് ഓഫ് സീയിങ് ദ വേൾഡ് നോട്ട് ആസ് ഇറ്റ് വാസ്, but as he wanted it to be. Even better, he was able to convince everyone around him that his vision was superior to others. അതായത് ലോകം എങ്ങനെയാണോ അങ്ങനെ കാണാൻ സ്വാഭാവികമായിട്ടും അന്ധനായതുകൊണ്ട് നടക്കില്ല. എങ്ങനെ ആകണം താൻ ആഗ്രഹിക്കുന്നു അതുപോലെ കാണാം. എന്നിട്ട് താൻ കാണുന്നതാണ് ശരി എന്ന് കൂടെയുള്ള ആൾക്കാരെ, ശില്പത്തികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിനുള്ള അസാധാരണമായ കഴിവുണ്ടായിരുന്നു ഈ മനുഷ്യൻ എന്നാണ് ഒരു ചോദ്യം. ഇത്രയും കാലം തരൂർ എങ്ങനെ കോൺഗ്രസിൽ നിന്നു എന്നുള്ളതാണ് എന്റെ മറുപടി വ്യക്തമാണ്. അതെ, ഇത് വായിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരിൽ ആരെങ്കിലും ഒരാള് ഈ മനുഷ്യനോട് ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ് എന്തെങ്കിലും പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ്സുകാരൊന്നും ഇത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല. നമ്മളെ സന്ദേശത്തിൽ പറയും പോലെ മേനെ സോച്ചാക്കി കേരൾ മേ മറ്റേ ബുദ്ധിമാൻ കാ ലോകത്തെ സമ്പൂർണ്ണ ചാച്ചത ബന്ദർക്ക വെച്ചെന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിലെ ആൾക്കാർ വായിച്ചു. പക്ഷേ നമ്മുടെ സോണിയാജിയുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊന്നും ഇത് വായിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവര്
കോൺഗ്രസിൽ ഒരിക്കലും ഒരു പ്രധാനപ്പെട്ട പൊസിഷൻ കൊടുക്കാതിരുന്നതെന്നാണ് ഞാൻ പറയാൻ വന്നത്. വേറൊരു കാര്യം, തരൂറിന് വേണമെങ്കിൽ പറയാം ഇതെന്റെ ഫിക്ഷൻ, നമ്മുടെ ഹരീഷ് ഇവിടെ എന്താ പറഞ്ഞത്, ഇതെന്റെ ഫിക്ഷൻ നോവലാണ്. തരൂറിന് വേണമെങ്കിൽ പറയാം ഇതൊരു ഫിക്ഷനാണ്, ഫിക്ഷനെ ഫിക്ഷനായിട്ട് കാണും, അങ്ങനെ തരൂറിന് പറയാമല്ലോ. അങ്ങനെയാണ് കാണുന്നത്, ഫിക്ഷനായിട്ടാണ് കാണുന്നത്. ഒരു സർഗ ചൈതന്യമുള്ള, സർഗസമ്പത്തുള്ള ഒരു എഴുത്തുകാരൻ സ്വാഭാവികമായും കാണുന്നതാണ് എഴുതുന്നത്. ഒരു അജണ്ടയില്ലാതെ, ഒരു പ്രത്യേക താല്പര്യമില്ലാതെ, വളയ്ക്കാതെ ഓടിക്കാതെ കണ്ടതുപോലെ എഴുതുന്നതാണ് സാഹിത്യം. അല്ല, കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ ഭാവന ചെയ്യുന്നതാണ് സാഹിത്യം. തരൂർ അങ്ങനെ ഒരാളല്ല. അല്ല, ആ ഭാവനയുള്ള ആള് ആ കാലത്ത് എഴുതിയപ്പം ഉള്ള സത്യം എഴുതിപ്പോയി. ഉറക്കത്തിൽ എഴുന്നേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പറയാണ് എന്റെ പേര് സുകുമാരക്കുറുപ്പ് എന്നൊരാൾ പറഞ്ഞു വിചാരിച്ചു. അയാൾ സുകുമാരക്കുറുപ്പായിരിക്കും. നേരെ കുറച്ച് കഴിയുമ്പോൾ അയാൾ വിചാരിച്ചു സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ പഴയ കേസിലെ പ്രതിയാണോ ഞാൻ, ഇത് പറഞ്ഞ കുടുംബത്തില്ലേ എന്നൊക്കെ വെച്ച് സുകുമാരക്കുറുപ്പ് എന്ന പേരെങ്കിൽ പോലും എൻ്റെ ഒരു സുഖമൊന്നുമില്ല എന്ന് പറയുള്ളൂ എന്ന് പറയുന്നത് പോലെ പുസ്തകത്തിൽ ഈ ബുക്കിൽ എഴുതിയിട്ടുള്ളതൊക്കെ തരൂറിന്റെ സ്വാഭാവികമായ ഒരു തരൂർ അനർഘ നിർഗളം എഴുതിയതാണ് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ തരൂര് പറയണം ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയൊന്നും എൻ്റെ കാഴ്ചപ്പാടോ ബോധ്യപ്പെടലുകളോ അല്ല എന്ന് ഇന്ന് വരെ തരൂർ പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ്സുകാരനായ ശേഷം തരൂർ പറഞ്ഞിട്ടില്ല. അന്ന് പറഞ്ഞ നായർ സ്ത്രീകളുടെ കാര്യം പറഞ്ഞത് കോടതിയിൽ കേസ് കൊടുക്കുന്ന എന്റെ ധാരണ. 2019 കഴിഞ്ഞ തവണ ഇത് വലിയ ചർച്ചയായി, കോടതിയിലെ കേസായി. തരൂർ ഈ ഒരു വാദം പറഞ്ഞ ഒഴിഞ്ഞത് സാഹിത്യത്തെ സാഹിത്യമായിട്ട് കാണാൻ ശ്രമിക്കൂ മക്കളെ എന്നുള്ളത്. അത് നിൽക്കട്ടെ, നമ്മൾ അങ്ങനെ തന്നെ കാണുന്നു. ഞാൻ അതിനെ അല്ലാതെ കേസിന് പോകണമെന്നോ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കണമെന്നും പറയുന്നില്ല. ഇതിന് പരമാവധി മലയാളത്തിലൂടെ അച്ചടിച്ച് ഇതെല്ലാവരും വായിക്കണം എന്ന അഭിപ്രായം എനിക്കുള്ളത്. കാരണം ഒന്ന്, തരൂറിന്റെ എഴുതാനുള്ള കഴിവിന്റെ വ്യാപ്തി നമുക്കറിയാൻ പറ്റും. രണ്ട്, ആരാണ് ഈ നെഹ്റു, ആരാണ് ഇന്ദിരാഗാന്ധി, ഇനി ഒന്നുകൂടെ അത് വിശദീകരിച്ച് പറയുന്നത് ഞാൻ പറയുന്നില്ല. കമല നെഹ്റുവിന്റെ മരണ സന്ദർഭത്തിൽ നെഹ്റു അവസാന സമയത്ത് എത്തിച്ചേരുന്നുണ്ട്. കമല പ്രതീക്ഷിക്കുന്നില്ല ഇദ്ദേഹം വരുമെന്ന്. ആ വരുന്ന സന്ദർഭത്തിൽ ഇന്ദിരാഗാന്ധിയും അമ്മ കമല നെഹ്റുവും കൂടെ പരസ്പരം പങ്കുവെച്ച ആശയങ്ങളെ ആ ഭാഗം ധനുഷ സഭയോടൊന്ന് വായിച്ചു നോക്കണം. മനസാക്ഷിയുള്ള ഒറ്റയാൾക്ക് പോലും അത് വായിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റില്ല. അത് സത്യമാവട്ടെ അല്ലാത്താവട്ടെ. പക്ഷെ തരൂർ അങ്ങനെ എഴുതിയെന്നതാണ് വിഷയം. ആ തരത്തിൽ തരൂര് നെഹ്റുവിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ആരോ കൊടുത്ത ഉപദേശത്തിന്റെ ഫലമായിട്ടാണ് ലോകസഭയിൽ 52 സീറ്റ് മാത്രം കിട്ടിയ ഒരു പാർട്ടി, അതിൽ 15 സീറ്റ് കേരളത്തിൽ നിന്നുണ്ടായിട്ടും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ആളായിട്ടും ഡോക്ടർ ശശി തരൂരിനെ ലോകസഭയിലെ നേതാവാക്കാതെ അതിരഞ്ജൻ ചൗധരിയെ പോലെ അദ്ദേഹം എന്താ പറയുന്നത് അദ്ദേഹത്തിന് പോലും അറിയാത്ത ഒരാളിനെ ലോകസഭ നേതാവാക്കിയതും തരൂരിനെ തവിടും പിണ്ണാക്കും കൊടുത്ത് സൈഡ്. അതുപോലെ ഈ പേര് ഞാൻ മറന്നുപോയി, മല്ലികാർജുൻ ഖാർഗെ പ്രസിഡന്റ് ആക്കിയപ്പോഴും ഇദ്ദേഹത്തിനെ കൈക്ക് പിടിച്ച് പുറത്തു നിർത്തിയതും താൻ അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞതും ഇതെല്ലാം കാരണം തരൂറിന് നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും അവര് നടത്തിയ ജനാധിപത്യ ധ്വംസനങ്ങളെയും അതുകൊണ്ട് നിരവധിയുണ്ട്. അത് ഞാൻ പറയാൻ സമയത്തോട് പറയുന്നില്ല. ആ ജനാധിപത്യ ധ്വംസം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ പുസ്തകത്തെ കുറിച്ച് മാത്രം ഒരു ചർച്ച വെക്കുക ഈ ഇലക്ഷന് മുമ്പായിട്ട്, ജനം അറിയട്ടെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാലും ഡോക്ടർ ശശി തരൂരിന് 36 40 അംഗങ്ങൾ പരമാവധി കിട്ടാൻ സാധ്യതയുള്ള കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിട്ട്, ലോകസഭയിലെ നേതാവായിട്ട് ശശി തരൂരിനെ തെരഞ്ഞെടുക്കുമോ നിയോഗിക്കുമോ എന്നൊരു ഉറപ്പ് തരണമെന്ന് തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് കോൺഗ്രസിനോട് ചോദിക്കാനുള്ള എല്ലാ അവകാശമുണ്ടെന്നാണ് എൻ്റെ നിലപാട്. അതില്ലെങ്കിൽ ഒരു വോട്ട് വേസ്റ്റ് ചെയ്യാൻ പാടില്ല, ഒരു ലോകസഭ അംഗത്തെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു തരത്തിലും അവർ പോലും അംഗീകരിക്കാത്ത ആളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഒന്നും നേടാനില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.